ഹായ് ഹലോ, സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു പഞ്ഞിയപ്പമാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് വെക്കുക. ഇപ്പോൾ കഴുകുകയൊന്നും വേണ്ട. എന്നിട്ടത് കുതിരാനായിട്ട് വെക്കണം. ഒരു 5-6 മണിക്കൂർ അത് കുതിർന്ന് വരണം. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ 5-6 മണിക്കൂർ ഇത് കുതിർത്ത് എല്ലാം കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3/4 കപ്പ് ചോറും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ അരിയും ചോറും 3/4 കപ്പ് ചോറും 1.5 കപ്പ് പച്ചരിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ള അരിൻ്റെ ചോറാണ് വേണ്ടത്. റേഷൻ അരിയുടെ ആയാലും അല്ലെങ്കിൽ പൊന്നി അരിയുടെ ആയാലും കുഴപ്പമില്ല, ആ ചോറാണ് വേണ്ടത്. ഇനി 3/4 കപ്പ് തേങ്ങയും കൂടെ വേണം. അതെല്ലാം ഇട്ടിട്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഒത്തിരി വെള്ളം കൂടിപ്പോകാൻ പാടില്ല, ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല. അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങേൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട്. തേങ്ങേൻ്റെ വെള്ളമാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം മൊത്തത്തിൽ 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അതിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കുക. നിങ്ങളുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് 2 വട്ടം അരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ 2 വട്ടം അരച്ചെടുക്കുക. അത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ നല്ല സ്മൂത്തായിട്ട് നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. അപ്പം ഞാൻ 2 സെക്ഷനായിട്ട് എല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റാണ് ചേർക്കാനുള്ളത്. ഈസ്റ്റ് അമ്മ കയ്യിലെടുത്ത് പിടിച്ച അതായത് ഒരു നുള്ള് ഈസ്റ്റ് മാത്രമേ വേണ്ടൂ. അതിനപ്പുറത്തേക്ക് കൂടിപ്പോകണ്ട. കാരണം അധികം ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുളിച്ച ഒരു ടേസ്റ്റ് ആയിരിക്കും, ഈസ്റ്റിൻ്റെ ഒരു ചുവയുണ്ടാവും. അതെന്നിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട്, ഇതിനകത്ത് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് പൊങ്ങോന്നൊക്കെയുള്ള പേടി ഉണ്ടാകും. ഉറപ്പായിട്ടും നമുക്കിത് നല്ല വീർത്ത് നല്ല പൊങ്ങി കിട്ടുമേ. എന്നിട്ട് കൈ വെച്ച് ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള അതായത് അപ്പം പൊന്താനുള്ള ഒരു സീക്രട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ പിറ്റേ ദിവസം വരെയാണ് ഇത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ, ഇത്രയും അപ്പം നമുക്ക് പൊന്തി എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. തലേ ദിവസം അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം യോജിപ്പിച്ചിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള, ഞാൻ ഉപ്പൊന്നും ഇന്നലെ ഇട്ടിട്ടില്ല, ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഉപ്പിടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് നിങ്ങൾ വെള്ളമൊക്കെ കുറച്ച് കുറവാകില്ല, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലും ചുടാം. ജസ്റ്റ് വെളിച്ചെണ്ണ ഇതാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഇത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കുമിളകൾ ചെറുതായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ, വീഡിയോയിൽ അത്രയും ഉണ്ടോയെന്ന് അറിയില്ല, നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി നല്ല ബബിൾസ് ആയിട്ട് വരുവേ. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റ് മാത്രം, ഇത് തിരിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതാണ് അപ്പം നന്നായി പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റാണ്, നല്ല ഒരു അപ്പമാണ്. ഇതേ അളവിൽ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ബാക്കിയുള്ള അപ്പങ്ങളും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ തേങ്ങേൻ്റെ വെള്ളമെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ച തേങ്ങേൻ്റെ വെള്ളമൊന്നും അല്ല ഫ്രിഡ്ജിൽ, അന്ന് തന്നെ എടുത്ത തേങ്ങേൻ്റെ വെള്ളമാണ്. ഈ രീതിയിൽ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും, ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യാൻ ആരും വിട്ടുപോലെ. ജസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ 2-3 തുള്ളി വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ അപ്പങ്ങളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.